സലൂണിലെ വർക്കിനിടയ്ക്കായിരുന്നു സുധീഷേട്ടൻ്റെ ബർത്ത്ഡേയും കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച രീതിയിലൊന്നും ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയില്ല. എങ്കിലും എൻ്റെ ചെക്കൻ്റെ ബർത്ത്ഡേ അല്ലേ, അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? മാർച്ച് 10-നാണ് സുധീഷേട്ടൻ്റെ ബർത്ത്ഡേ. മാർച്ച് 12-ാം തീയതി നമ്മുടെ ഇനാഗുറേഷനും കൂടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സമയം നമുക്ക് ഒട്ടും ഇല്ലായിരുന്നു. ഈ കേക്ക് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം കൂടി ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് നമ്മൾ മുറിച്ചത്. പിന്നെ പ്രതീക്ഷിച്ച രീതിയിൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയില്ല. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കാറുണ്ട്, നല്ല നല്ല ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കുന്നത്, പക്ഷെ പോയി എടുക്കാനോ ഒന്നിനും ടൈം കിട്ടിയില്ല. അമ്പലത്തിൽ പോലും പോകാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് ഞാനും രഞ്ജിത്തണ്ണോടൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ചു ഞാൻ ഷർട്ട് എടുക്കാൻ പോയതാണെന്ന്. കേക്ക് എന്തായാലും പ്രതീക്ഷിക്കും, കാര്യം എല്ലാ പ്രാവശ്യവും കേക്കുള്ളതാണല്ലോ. നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ സുധീഷേട്ടന് ഈ ഗിഫ്റ്റ് ഞാൻ നേരത്തെ വാങ്ങിച്ച് വെച്ചിരുന്നതായിരുന്നു കേട്ടോ. എനിക്കറിയാം ഈ ഒരു ടൈമിൽ പോകാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല എന്ന്. അപ്പോൾ പെർഫ്യൂമും ഒരു വാച്ചുകൂടാണ് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ബർത്ത്ഡേ അടുക്കും തോറും എനിക്ക് കുറച്ച് പ്ലാനിങ് ഉണ്ടായിരുന്നു. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കൊടുക്കാനാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ക്യാൻഡിൽ ലൈറ്റൊക്കെ ഇപ്രാവശ്യം ടെറസിൻ്റെ മുകളിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. വർക്കലയിലോ അല്ലെങ്കിൽ ബീച്ചിലോ ഒക്കെ പോയാണ് ഞാൻ സെറ്റ് ചെയ്യാനായിട്ടിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്ക് പറ്റുന്ന സിറ്റുവേഷൻ അല്ലായിരുന്നു. അപ്പം ഞാൻ രഞ്ജിത്തണ്ണും കൂടാണ് ഈ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്യുന്നത്. ഞാൻ രഞ്ജിത്തണ്ണൂടെ പുറത്ത് പോയത് ഫുഡ് വാങ്ങിക്കാനായിരുന്നു കേട്ടോ. സുധീഷേട്ടൻ ഒരിക്കലും ഈ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്യത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംസാരമോ അല്ലെങ്കിൽ ഇതിഷ്ടമാണോ ഒരു കാര്യങ്ങളും ഞാൻ തിരക്കിയിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഇങ്ങനൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സുധീഷേട്ടന് കൊടുക്കണം എന്നുള്ളത് കേട്ടോ. അങ്ങനെയെല്ലാം സെറ്റ് ചെയ്തിട്ട് സുധീഷേട്ടനെ വിളിക്കുകയാണെ. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. കാരണം ആൾക്ക് നല്ല സർപ്രൈസും ആയി കേട്ടോ. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ ഈ കൊടുത്തത്. ക്യാൻഡിൽ ലൈറ്റൊക്കെ നേരത്തെ ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിരുന്നതായിരുന്നേ, പക്ഷെ കാണിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ ചിക്കൻ മന്തിയും പൊറോട്ടയും ഷവർമയും ഡ്രിങ്ക്സും ചോക്ലേറ്റും ഒക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പിയായി. കാര്യം ഒരിക്കലും ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ വേണം പറയാനായിട്ട്. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന തന്നെ ഇങ്ങനത്തെ ഫുഡൊക്കെ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന തന്നെ ഇപ്പോഴാണ് കേട്ടോ. ഇവർക്ക് പൊതുവേ പുറത്ത് വന്ന് ഫുഡ് കഴിക്കാനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ ഈ സുധീഷേട്ടൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചതും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇവിടുത്തെ അച്ഛനും അമ്മയും പിന്നെ ഇത് നമ്മുടെ സുധീഷേട്ടൻ്റെ മാമൻ്റെ മോനാണ് രഞ്ജിത്തണ്ണന്. അപ്പോൾ സുധീഷേട്ടനും രഞ്ജിത്തണ്ണോടാണ് നമ്മുടെ കടയുടെ വർക്കുകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ